നമ്മളിപ്പോൾ പെട്രോണാസ് ടവറിന്റെ ഫ്രണ്ടിലാണ്. ഈ ടവറിന്റെ ഏറ്റവും സ്കൈ ബ്രിഡ്ജിലും ഏറ്റവും ടോപ്പിൽ നമ്മൾ പോകും. നമുക്ക് കാണാം ഇതിന്റെ വീഡിയോകൾക്കായി. ബാക്ക് ടു പെട്രോണാസ്. ഇവിടെ എത്തിയപ്പോഴാണ് നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കിയത്. 1993 മുതൽ 98 വരെയുള്ള കാലഘട്ടങ്ങളിലാണ് ഈ ടവർ നിർമ്മിച്ചത്. ഇത് നിർമ്മിച്ചത് 2 കമ്പനികളാണ്, ഒരു കൊറിയൻ ബേസ്ഡ് കമ്പനിയും ഒരു ജപ്പാൻ ബേസ്ഡ് കമ്പനിയും. കൊറിയൻ കമ്പനി ഈ ടവർ ചെയ്തപ്പോൾ ജപ്പാൻ കമ്പനി ഈ ടവർ ചെയ്തു. പക്ഷേ ഈ മാത്സരികമായ കൺസ്ട്രക്ഷനിൽ വിജയിച്ചത് കൊറിയൻ കമ്പനിയാണ്. അതുകൊണ്ട് കൊറിയൻ കമ്പനിക്ക് ഈ ഇൻ ബിറ്റ്വീനുള്ള ഈ സ്കൈ ബ്രിഡ്ജ് പണിയാനുള്ള അവസരം കൊറിയൻ കമ്പനിക്ക് ലഭിക്കുക ചെയ്തത്. കൊറിയൻ കമ്പനിയായിരുന്നു സാംസങ് എന്ന് പറഞ്ഞ കമ്പനി. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്ക് ഈ ടവർ നമുക്കൊന്ന് എക്സ്പീരിയൻസ് ചെയ്തിട്ട് വരാം. ഇതാണ് നമ്മുടെ ട്വിൻ ടവറിൻ്റെ എൻട്രൻസ്. ഒരു സൈഡിൽ ഷോപ്പിംഗ് മാളും ഒരു സൈഡിൽ ട്വിൻ ടവറിലോട്ടുള്ള എൻട്രൻസും. ഇതിൻ്റെ ഷാങ്ലിയറൊക്കെ നോക്കി എന്ത് രസമാണെന്ന് നോക്കി. നമുക്കിതിൻ്റെ മായാക്കാഴ്ചകളോട് കടക്കുന്നതിന് മുമ്പ് കുറച്ച് ഇതിനെപ്പറ്റി പറയാം. 93 നിർമ്മാണം ആരംഭിച്ച് 98 വരെയാണ് ഇതിൻ്റെ നിർമ്മാണ കാലഘട്ടം. 2004 വരെ ഇത് ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ കെട്ടിടമായിരുന്നു. സാംസങ് കൺസ്ട്രക്ഷൻസ്, ഹസാമ കോർപ്പറേഷൻസ്, ജെയിംസ് ആർ ഹാർഫീൽഡ് എന്നിവരാണ് ഇതിൻ്റെ പ്രധാന നിർമ്മാതാക്കൾ. ഇതിൽ കയറാൻ ഏകദേശം 80 റിംഗറ്റ് ചിലവുണ്ട് കേട്ടോ. യെസ്, നമ്മൾ ലിഫ്റ്റ് കയറി. ഓൺലി 41 and 83 ഫ്ലോർസ്. 2 ഫ്ലോറിലേ നിർത്തുള്ളൂ, സ്റ്റോപ്പ് ചെയ്യുന്നുള്ളൂ. അപ്പോൾ നമ്മൾ 41 ഫ്ലോറിൽ നമ്മളിങ്ങനെ ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ, ഇവിടെയാണ് നമ്മുടെ സ്കൈ ബ്രിഡ്ജ്, എൻട്രൻസ് ബ്രിഡ്ജ്. ഓ, ഇതാണ് സ്കൈ ബ്രിഡ്ജ്. ഓക്കെ. Okay, good morning ladies and gentlemen. Welcome to the Sky Bridge level 41 at the height of 170 meters above the street level. Okay, just a quick fact about the bridge. The bridge was fabricated and assembled by Samsung Heavy Industry of South Korea. Okay, the length. ദേ ഈ ബ്രിഡ്ജിൽ കൂടെ ഇവരെല്ലാവരും ഓടിക്കളിക്കുകയാണ്. പിള്ളേരൊക്കെ ഫുൾ എക്സൈറ്റഡ് ആണ്. ഇവിടെ നമ്മൾ കയറി നിൽക്കുമ്പോൾ കോലാലംപൂർ സിറ്റിയുടെ മനോഹരമായ വ്യൂ ആണ്. ബഹുനില കെട്ടിടങ്ങളും. ദേ തൊട്ട് താഴെ കാണുന്ന ആ മ്യൂസിക്കൽ ഫൗണ്ടൈൻ കണ്ടോ, അത് ഈ ഷോപ്പിംഗ് മാളിൻ്റെയും ഈ ടൂറിൻ ടവറിൻ്റെയും ഒരു ഭാഗമാണ്. ഏകദേശം 13,000 തൊഴിലാളികൾ ഈ ടവറുകളുടെ നിർമ്മാണത്തിൽ പങ്കെടുത്തു. ഈ ടവർ പൂർത്തിയാക്കാൻ വേണ്ടിയിട്ട് ഏകദേശം 36,960 ടൺ സ്റ്റീൽ വേണ്ടി വന്നു എന്നാണ് അറിയപ്പെടുന്നത്. ഈ പെട്രോണാസ് ടവറിൽ സഞ്ചാരികൾക്ക് 2 ഫ്ലോറിൽ മാത്രമേ ആക്സസ് ഉള്ളൂ. ബാക്കിയുള്ള ഫ്ലോറിലൊക്കെ മലേഷ്യൻ കമ്പനികളും ഇൻ്റർനാഷണൽ കമ്പനികളും വർക്ക് ചെയ്യുന്നു. ഇനി നമ്മൾ അടുത്ത ലക്ഷ്യത്തിലേക്ക് പോകണം, ഏറ്റവും ടോപ്പ് ഫ്ലോറിൽ. ഓക്കെ, നമ്മൾ ലെവൽ 41ലാണ് സ്കൈ ബ്രിഡ്ജ് കണ്ടത്. ഇനി നമ്മൾ 84, 86 പോവാണ്. നമ്മുടെ ലിഫ്റ്റിൻ്റെ ഉള്ളിലോട്ട് കയറി. ഓക്കെ, നമ്മൾ 83 നമ്മൾ പോകുന്നത്. ഓക്കെ, എല്ലാവർക്കും ക്ലോസ് ചെയ്തു. നമ്മൾ ഏറ്റവും ടോപ്പിൽ പെട്രോണാസ് ടവറിൻ്റെ 86th ഫ്ലോറിൽ നമ്മളെത്തി. ലുക്ക് നമുക്ക് ചെയ്യാം. ഇതിൻ്റെ ഏറ്റവും ടോപ്പിലുള്ള സംഭവം ഇങ്ങനെയൊക്കെയാണ്. ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് മലേഷ്യയുടെ ഒരു രൂപരേഖയാണ്. അവരെല്ലാം പ്ലാൻ ചെയ്ത് പ്രോപ്പറായിട്ട് കൺസ്ട്രക്ട് ചെയ്യുന്ന ഒരു നഗരമാണ് കോലാലംപൂർ. അപ്പോൾ ഇതിൻ്റെ ഒരു മിനിയേച്ചറാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. സൂപ്പർബ്. ഇത് ഈ കാണുന്നതാണ് സൂര്യ KLCC, കോലാലംപൂറിൻ്റെ ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു ഷോപ്പിംഗ് മാളാണ്. ഈ ഷോപ്പിംഗ് മാളും അതുപോലത്തെ ഈ ട്വിൻ ടവറും നിലനിൽക്കുന്ന ഈ ഒരു സ്ഥലമാണ് മലേഷ്യയുടെ ഏറ്റവും വലിയ അട്രാക്ഷൻ. ട്വിൻ ടവറിൻ്റെ ഏറ്റവും മുകളിൽ നിന്നുള്ള വ്യൂ അവർണ്ണനീയമാണ്. എന്ത് ഭംഗിയാണെന്ന് നോക്കൂ. ഈ അകലെയുള്ള ബിൽഡിംഗ് ഒക്കെ കാണാൻ വേണ്ടിയിട്ട് ഒരു ചെറിയൊരു ബൈനോക്കുലർ പോലത്തെ ഒരു സാധനമുണ്ട് ഇവിടെ. നോക്കൂ, അപ്പുറത്തെ ബിൽഡിങ്ങിലെ ഒരു സ്വിമ്മിംഗ് പൂളാണ് നമ്മളിപ്പോൾ കാണുന്നത്, കണ്ടോ? അപ്പോൾ അത്രയും അടുത്ത് നമുക്ക് കാണാൻ പറ്റും. ഇതുപോലത്തെ ദൂരദർശിനികൾ ഈ ട്വിൻ ടവറിൻ്റെ പല സ്ഥലങ്ങളിൽ അവർ സ്ഥാപിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വ്യക്തമായ നഗരക്കാഴ്ചകളിലോട്ട് നമുക്ക് കിടക്കാം. ഇത് ആ കാണുന്നുണ്ട് ഒരു വോക്കി ടോക്കി പോലത്തെ ഒരു ബിൽഡിങ്. അത് ബർദേക്ക 118 എന്നറിയപ്പെടുന്ന ഒരു ബിൽഡിങ്ങാണ്. നമ്മൾ ട്വിൻ ടവറിൽ നോക്കുമ്പോൾ അത് ചെറുതായിട്ടാണ് തോന്നുന്നത്. പക്ഷേ ഇത് ലോകത്തിലെ 2ാമത്തെ, ബുർജ് ഖലീഫ കഴിഞ്ഞാൽ ഏറ്റവും ഉയരം കൂടിയ 2ാമത്തെ കെട്ടിടമാണ്. ഇതിൻ്റെ നീളം എന്ന് പറയുന്നത് 678.9 മീറ്റർ, ഏകദേശം 2227 അടിയാണ്. അതുകൊണ്ടാണ് ഇതിന് ലോകത്തിലെ 2ാമത്തെ ഒരു ടോളസ്റ്റ് ബിൽഡിംഗ് എന്ന് ഇതിനെപ്പറ്റി അറിയപ്പെടുന്നത്. ഒരു വോക്കി ടോക്കിയുടെ മാതൃകയിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. ഇവിടെ ട്വിൻ ടവറിൻ്റെ ഒരു മോഡൽ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. 88 നില, 1997 കംപ്ലീഷൻ. സീസർ പേലി എന്ന് പറഞ്ഞ ഒരു ആർക്കിടെക്റ്റാണ്, വലിയൊരു ആർക്കിടെക്റ്റാണ് ഇതിൻ്റെ നിർമ്മാതാവ്. ഓക്കെ, ഇതാണ് ഇതിനെപ്പറ്റി പറയാനുള്ളത്. അപ്പോൾ പെട്രോണാസ് ടവറിൻ്റെ അടുത്ത ലൊക്കേഷൻ ഇവരുടെ സുവനിയർ ഷോപ്പാണ്. അപ്പോൾ നമ്മൾ ഇവിടെ നിൽക്കുന്ന ഓരോ മൊമെൻറ്റും ഇവിടുത്തെ ക്യാമറ ഓട്ടോമാറ്റിക്കായിട്ട് ഫോട്ടോ ക്യാപ്ചർ ചെയ്യുന്നു. നമ്മളിങ്ങോട്ട് വരുമ്പോൾ ഇതൊരു ഫ്രെയിമിലാക്കി അവർ വെക്കുന്നു.
നമുക്ക് ആ ഫോട്ടോ എടുത്തുകൊണ്ട് പോകാൻ പറ്റില്ല, നല്ല പൈസ കൊടുക്കണം. ഈ ട്വിൻ ടവറിൽ സഞ്ചാരികൾക്ക് ആകെ 2 ഫ്ലോറിൽ മാത്രമേ പ്രവേശനമുള്ളൂ. ബാക്കിയുള്ളിടത്തൊക്കെ ഇവരുടെ ഓഫീസ് സമുച്ചയങ്ങളും പാർപ്പിട സമുച്ചയങ്ങളുമാണ്. അപ്പോൾ അങ്ങോട്ട് നമുക്ക് പ്രവേശനമില്ല. ഈ പെട്രോണാസ് എന്ന് പറയുന്നത് അവിടുത്തെ ഏറ്റവും വലിയൊരു എണ്ണ കമ്പനിയാണ്. അതിൻ്റെ ആസ്ഥാനം ഈ പെട്രോണാസ് ടവറിലാണ്. അതുകൂടാതെ മറ്റ് അന്താരാഷ്ട്ര കമ്പനികളായ മൈക്രോസോഫ്റ്റ്, IBM, ബോയിങ്, മക്കിൻസി തുടങ്ങിയ നിരവധി അന്താരാഷ്ട്ര കമ്പനികൾ ഇവിടെയുണ്ട്. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും പെട്രോണാസ് ടവറിലെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇന്ന് നമുക്ക് ഷോപ്പിംഗ് മാളിലോട്ട് പോകാം. ഈ ഷോപ്പിംഗ് മാളിൽ നമുക്ക് ആർക്ക് വേണമെങ്കിലും കയറാം. ഇവിടെ കയറുന്നതിന് സെപ്പറേറ്റ് ഫീസില്ല. ഇത് ആ പെട്രോണാസ് ടവറിൻ്റെ ഒരു ഭാഗമാണ്. വേൾഡിൽ ഉള്ള എല്ലാ ഇൻ്റർനാഷണൽ ബ്രാൻഡ്സിൻ്റെയും ഷോപ്സ് ഇവിടെ ഈ മാളിൽ അവൈലബിൾ ആണ്. പൈസ പൊടിക്കേണ്ടവർക്ക് ആവശ്യത്തിലധികം പൊടിക്കാം, അടിച്ച് പൊളിക്കാം. താങ്ക്